ഷോറൂമിൽ വെക്കാനുള്ള ദൈവത്തിന്റെ ചിത്രവുമായി മീര ഷോറൂമിലെത്തുന്നു. തുടർന്ന് ചിത്രത്തിലിടാനുള്ള പൂമാല ദിവസവും കൊണ്ടുതരാൻ രേവതിയോട് പറയാമെന്ന് ശ്രുതിയോട് പറയുന്നു. പിന്നീട് ആഹാരം വാരി കഴിക്കാൻ പറ്റാതെ വിഷമിക്കുന്ന ചന്ദ്രമതിയോട് വാരിത്തരാമെന്ന് രേവതി പറയുമ്പോൾ ചന്ദ്രമതി രേവതിയോട് ദേഷ്യപ്പെടുന്നു. ഇതേസമയം ഓഫീസ് ചെയറുമായി അവിടെ എത്തുന്ന സച്ചി, അമ്മ ഇതിലിരുന്ന് കറങ്ങി ഞങ്ങളെ വഴക്കു പറഞ്ഞോളാൻ പറയുന്നു. ഇതെല്ലാം കണ്ട് ചന്ദ്രമതിനെ കളിയാക്കുന്ന വർഷനെ ശ്രീകാന്ത് അവിടെ നിന്ന് കൂട്ടിക്കൊണ്ടു പോകുന്നു. തുടർന്ന് എന്നെ കളിയാക്കാൻ നീ ഇത് മനഃപൂർവ്വം ചെയ്തതാണെന്ന് പറഞ്ഞ് ചന്ദ്രമതി കൈ നീട്ടി സച്ചിയെ തല്ലാനൊരുങ്ങുമ്പോൾ ചന്ദ്രമതിയുടെ കഴുത്ത് ശരിയാവുന്നു. തുടർന്ന് എനിക്ക് ചിക്കൻ വേണമെന്നും പോയി വാങ്ങിക്കൊണ്ട് വരാനും പറഞ്ഞ് രേവതിയോട് ദേഷ്യപ്പെടുന്ന ചന്ദ്രമതിക്ക് രേവതി കണക്കിന് കൊടുക്കുന്നു. പിന്നീട് ശ്രുതി രേവതിനെ വിളിച്ച് എനിക്ക് കുറച്ച് പൂവും മാലയും ഡെയിലി കൊണ്ടു തരണമെന്ന് പറയുന്നു. പിന്നീട് മഹേഷിന് ഒരു ഫ്രിഡ്ജ് മേടിക്കുന്ന കാര്യം പറയുമ്പോൾ ശ്രുതിയുടെ ഷോറൂമിൽ നിന്ന് വില കുറച്ച് ഫ്രിഡ്ജ് വാങ്ങിത്തരാമെന്ന് പറഞ്ഞ് സച്ചി മഹേഷിനെ കൊണ്ട് ഷോറൂമിലേക്ക് പോകുന്നു. പിന്നീട് ഷൂട്ടിങ്ങിനായി നിൽക്കുന്ന ബീരാൻ അതുവഴി വരുന്ന രേവതിയെ കണ്ട് ഞെട്ടിപ്പോകുന്നു. ശേഷം രേവതിയും തന്നെ കണ്ടു എന്ന് മനസ്സിലാക്കുന്ന ബീരാൻ വണ്ടിയുമായി അവിടെ നിന്നും പോകുന്നു. തുടർന്ന് രേവതിയും ബീരാന്റെ പിന്നാലെ പോകുന്നു. ശേഷം ഒരുവിധം ബീരാൻ രേവതിയുടെ കയ്യിൽ നിന്നും രക്ഷപ്പെടുന്നു. പിന്നീട് ശ്രുതി ഒരു ഡീലറെ കാണാനായി പോകുന്നു. ഇതേസമയം ബീരാൻ ഷോറൂമിൽ എത്തുന്നത് കണ്ട് ശ്രുതിയും മീരയും ഞെട്ടിപ്പോകുന്നു. തുടർന്ന് രേവതി തന്നെ കണ്ട കാര്യം ബീരാൻ പറയുന്നതോടെ ഞെട്ടിത്തെറിച്ച് നിൽക്കുന്ന ശ്രുതിയെ കാണിച്ച് എപ്പിസോഡ് അവസാനിക്കുന്നു.